ആഘോഷങ്ങൾ അവസാനിച്ചാലും VM സൂപ്പർ വാല്യുവിൽ ഓഫറുകൾ അവസാനിക്കുന്നില്ല. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ ആൻഡ് ഡിജി വേൾഡ്, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കലാമണ്ഡലത്തിൽ നിന്നും വിരമിച്ച അധ്യാപകരുടെ സംഘടനയായ ഫോറം ഓഫ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയേർഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരത്തിനൊരുങ്ങുന്നു. ഫെബ്രുവരി 24 തിങ്കളാഴ്ച മുതൽ നവവാദ്യ സമുന്നയം ഉൾപ്പെടെയുള്ള വ്യത്യസ്ത സമരപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് അനിശ്ചിതകാല സമരം തുടങ്ങുവാനാണ് തീരുമാനം. 2007 മുതലുള്ള ശമ്പള കുടിശ്ശിക അനുവദിക്കുക, 6-7 ശമ്പള പരിഷ്കരണം മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കലാമണ്ഡലത്തിന് മുൻപിൽ അനിശ്ചിതകാല സമരത്തിന് ഒരുങ്ങുന്നത്. കേരള കലാമണ്ഡലം UGC അംഗീകരിച്ചെങ്കിലും മുൻപുള്ള അധ്യാപകർക്ക് ഇതിന്റെ ഒരു തരത്തിലുള്ള പ്രയോജനങ്ങളും ലഭിക്കുന്നില്ലെന്നും സംസ്ഥാന സർക്കാരിലെ ക്ലാസ് 4 ജീവനക്കാരന് ലഭിക്കുന്ന പെൻഷൻ പോലും കലാവിഭാഗം മേധാവിമാരായി വിരമിച്ച അധ്യാപകർക്ക് ലഭിക്കുന്നില്ലെന്നും അധ്യാപകർ പറയുന്നു. അനിശ്ചിതകാല സമരത്തിന്റെ മുന്നോടിയായി ചൊവ്വാഴ്ച രാവിലെ കഥകളി കേളിക്കൊട്ട് നടത്തുമെന്ന് അധ്യാപകർ അറിയിച്ചു. ഫെബ്രുവരി 24 തിങ്കളാഴ്ച മുതൽ നവവാദ്യ സമുന്നയം ഉൾപ്പെടെയുള്ള വ്യത്യസ്ത സമര പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് അനിശ്ചിതകാലം തുടങ്ങുവാനാണ് ഫോറം ഓഫ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയേർഡ് ടീച്ചേഴ്സ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ മുന്നോടിയായി വ്യാഴാഴ്ച കലാമണ്ഡലം വൈസ് ചാൻസലർക്ക് മുഖ്യമന്ത്രി, ധനകാര്യ വകുപ്പ് മന്ത്രി, സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്നിവർക്കും നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. സമരത്തിന് കലാമണ്ഡലം S ഗോപകുമാർ, കലാമണ്ഡലം ഈശ്വരനുണ്ണി, കലാമണ്ഡലം സൂര്യനാരായണൻ, കലാമണ്ഡലം കൃഷ്ണകുമാർ, കലാമണ്ഡലം M ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകും. ഈ 2007 യൂണിവേഴ്സിറ്റി ആക്കിയപ്പോൾ അന്ന് യൂണിവേഴ്സിറ്റി ആക്കുന്നതിന് വേണ്ടി UGC മാനവശേഷി മന്ത്രാലയവും പറഞ്ഞിട്ടുണ്ട്, കലാമണ്ഡലത്തിലെ സേവനമനുഷ്ഠിക്കുന്ന അധ്യാപകർക്ക് UGC നിരക്കിൽ ശമ്പളം നൽകുക, അതുപോലെ MA, MPhil, PhD കോഴ്സുകളായി മാറ്റുക. എന്നാൽ ഞങ്ങൾക്ക് UGC അനുവദിക്കുന്നത് 2011-ലാണ്. 29/2011 ഉത്തരവുപ്രകാരം 2011-ലാണ് 5ാം കമ്മീഷൻ. എന്നാൽ കേരളത്തിലാവട്ടെ 2010-ൽ 2006 പ്രാബല്യത്തോടുകൂടി കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും 6ാം ഷഡ്യൂൾ നടപ്പിലാക്കി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 2020 സെപ്റ്റംബർ വരെ സേവനമനുഷ്ഠിച്ച് പിരിഞ്ഞ അധ്യാപകർ ഈ 5ാം കമ്മീഷൻ മേടിച്ച് പിരിഞ്ഞത് മൂലം ഒരു ക്ലാസ് 4 കേരളത്തിലെ ഒരു ക്ലാസ് 4 ജീവനക്കാരന് കിട്ടുന്ന പെൻഷൻ ആനുകൂല്യത്തിൻ്റെ പകുതി പോലും ഞങ്ങൾക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുവേണ്ടി സെക്രട്ടേറിയറ്റ് പഠിക്കൽ 9 ദിവസം സമരം ചെയ്തതിൻ്റെ ഭാഗമായി 2020 ഒക്ടോബറിൽ സർക്കാർ ഉത്തരവ് വന്നു. 6ാം കമ്മീഷൻ വെച്ചു. അതിന് മുൻകാല പ്രാബല്യം തന്നില്ല, പെൻഷൻ ആനുകൂല്യം തന്നില്ല. അത് കഴിഞ്ഞ് വീണ്ടും അത് അനോമലി പരിഹരിക്കാം എന്ന് ഞാൻ ഉറപ്പു വന്നിരുന്നതാണ്. പക്ഷേ നാളെ ഇതുവരെ പരിഹരിച്ചില്ല എന്ന് മാത്രമല്ല, 7ാം UGC കേരളത്തിൽ നടപ്പിലാക്കി. അത് 2016 മുതൽ നടപ്പിലാക്കേണ്ടതാണ്. എന്നാൽ പുറത്തെ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും 2019 ജൂലൈ മുതൽ നടപ്പിലാക്കി. കലാമണ്ഡലത്തിൽ മാത്രം 2021 നവംബർ മുതലാണ്. അപ്പോഴും 27 മാസം ഞങ്ങളിൽ നിന്നും ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുന്ന സ്ഥിതിയാണ് സംസ്ഥാന സർക്കാർ അവലംബിച്ചത്. അതിനെതിരെ ഞങ്ങൾ പല പ്രാവശ്യം നോട്ടീസ് കൊടുത്തെങ്കിലും ആ അപാകതകൾ പരിഹരിച്ച് നാളിതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രക്ഷോഭവുമായി പോകുന്നതിന് ഫോറം ഓഫ് യൂണിവേഴ്സിറ്റി കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയേർഡ് ടീച്ചേഴ്സ് തീരുമാനമെടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി 21-ാം തീയതി അനിശ്ചിതകാല സമരത്തിൻ്റെ കേളികൊട്ട്, ഞങ്ങൾ കഥകളി ഭാഷയിൽ പറഞ്ഞാൽ കഥകളി ഉണ്ട് എന്ന് അറിയിക്കുന്നത് കേളികൊട്ടിലൂടെയാണ്. അതിൻ്റെ സമരത്തിൻ്റെ കേളികൊട്ടാണ് 21-ാം തീയതി കലാമണ്ഡലം പഠിക്കൽ നടക്കാൻ പോകുന്നത്. റൈറ്റ് വിഷൻ ന്യൂസ്, ചെറുതുരുത്തി.